സ്വദേശം പയ്യൂരാണ് അല്ലെ? പാലക്കാട് പയ്യൂരാണ്. എനിക്കും വളരെ ഹൃദയം കൊണ്ട് അടുപ്പുള്ള ഒരു സ്ഥലമാണ്. ശരിക്കും ഒരു അത്രയും ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് ഈ ഒരു ശരിക്കും കുറച്ചും കൂടി ഒരു നഗരം ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെ? അങ്ങനെ ഒരു ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ പാലക്കാട് പയ്യൂരൊക്കെ? പാലക്കാട് പയ്യൂർ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ നാട് എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ എപ്പോഴും ഇവിടെ ഉള്ളവരോട് പറയും, അവിടെ എപ്പോഴും അങ്ങോട്ട് ആ ഒരു വികസനം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് വരുന്നല്ലോ. തനി നാടൻ സ്വഭാവത്തിൽ റോഡ് ടാർ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ, അത്രേ ഉള്ളൂ. വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ അമ്പലം മുസ്ലിം പള്ളിയൊക്കെ അടുത്തടുത്ത് പള്ളിയുണ്ട്, അതിന്റെ അപ്പുറത്ത് അമ്പലമുണ്ട്. അപ്പൊ നമ്മൾ ഈ മകരം 8 മനസ്സിൽ ഒരു വേറൊരു ഫീലാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പൂരം നടക്കാൻ മകരം 8-നാണ്, മഹർഷികാവ് അമ്പലം. അപ്പോൾ അവിടെ പരിസരത്തൊക്കെ നമ്മൾ കുട്ടിക്കാലം മുതൽ അത് കണ്ടാണ് വളരുക. ധാരാളം ആടുകളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടില്. കർഷക കുടുംബമാണ് ഞങ്ങളുടെ. ഉപ്പ കൃഷി ഉണ്ടായിരുന്നു. അപ്പൊ പയ്യൂര് പാടത്ത്. അപ്പൊ ഞങ്ങൾ മക്കളൊക്കെ ഞങ്ങൾ 8 മക്കളുള്ളത്. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് വരിക, വേറെ പണിക്കാരൊന്നുമില്ല. ഉപ്പയും ഉമ്മയും ഞങ്ങളെല്ലാവരും കൂടെ പാടത്ത് പണിയെടുത്ത് തലയിൽ കറ്റ വെച്ച് ആ ചെളിയൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങി. അപ്പൊ ശരിക്കും എന്താ പറയാ, എവറി സക്സസ്ഫുൾ പേഴ്സൺ ഹാസ് എ പെയിൻഫുൾ സ്റ്റോറി എന്നതൊരു വലിയ സത്യമാണ്. എല്ലാവരും അങ്ങനെ അങ്ങനെ അവരാരും ഇങ്ങനെ അങ്ങനെ ആയി വന്നതല്ല. എല്ലാ സ്റ്റാറും അതിനൊരു അടിസ്ഥാനം ഉണ്ടാവും, അല്ലെങ്കിൽ തുടക്കം ഉണ്ടാവും. ആ അർത്ഥത്തിൽ എല്ലാ വേദനകളും എല്ലാ ദാരിദ്ര്യവും എല്ലാ പ്രയാസവും അനുഭവിച്ചാണ് നമ്മൾ വളർന്നത്. അതുകൊണ്ട് നമുക്കൊരിക്കലും നമ്മൾ ഒരു ഹൈപ്പ്, ഒരു സ്വയം ഞാൻ എവിടെയോ എത്തിയെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കാറില്ല. ഞാനിപ്പോഴും ആ ഒരു മാനസികാവസ്ഥയിൽ അന്നത്തെ ആ കുട്ടി അനുഭവിച്ച എല്ലാവിധ ദൈന്യതയുടെയും ഭാവം ഇന്നും ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. സന്തോഷമുണ്ട്, അത് ഭയങ്കര സന്തോഷം. അത് നമുക്ക് തരുന്ന ഭയങ്കര എനർജിയാണ്. ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോഴാണ്, കണ്ണില്ലാത്തവനാണ് കണ്ണിന്റെ വില അറിയാന്ന് പറയില്ലേ, ആ ഇല്ലായ്മ അനുഭവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് സമൃദ്ധി വരുമ്പോൾ അയാൾ അതിൽ ആശ്ചര്യപ്പെടുന്നവരൊക്കെ ഉണ്ടാകാം. അത് വിവരക്കേടുന്ന അഭിരമിക്കുക എന്നുള്ളത് അത് അവരുടെ വിവരക്കേടാണ്. അപ്പൊ നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും നമ്മൾ എല്ലാ ആഴ്ചയും പോകും, എല്ലാ വെള്ളിയാഴ്ചയും പോകും. അപ്പൊ ഇവിടേക്കൊക്കെ അറിയാം. അപ്പോ നമ്മുടെ ഇവിടെ മുതലാളിമാര് ചോദിക്കും, വെള്ളിയാഴ്ച ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എന്താ ഉമ്മാനെ കാണാൻ പോയില്ലേ? അപ്പൊ നമ്മൾ പോയിക്കൊള്ളണം, അലേർട്ടാണ് ഇവിടെ. അപ്പോ എല്ലാ വെള്ളിയാഴ്ച അവിടെ പോകും. നമ്മുടെ ഗ്രാമത്തില് നാട്ടില് ആളുകളുമായി മിങ്കിൾ ചെയ്യും. പിന്നെ നമ്മളൊരു മിക്സഡ് ഒരു കൾച്ചറാണ് അവിടെ. ഈ പറഞ്ഞ പോലെ അമ്പലവും പള്ളിയും എല്ലാവരും കൂടി ആഘോഷങ്ങൾ പരസ്പരം സഹകരണത്തോടു കൂടിയാണ് നടത്തുന്നത്. വളരെ സഹകരണത്തോടു കൂടിയാണ് അവിടെ നടത്തുക. അങ്ങനെയുള്ള ഒരു എന്താ പറയാ, വേറെ ഒരു തരത്തിലുമുള്ള സംഘർഷമോ മാനസികമായ അകൽച്ചയൊന്നും ഇല്ലാത്ത മനോഹരമായ ഒരു സ്ഥലം. അവിടുന്ന് ഇവിടെ വന്നപ്പോൾ അതിന് അതിമനോഹരം എന്ന് ഞാൻ ഇതിനെ കുറിച്ച് പറയാം. ഇത് ടൗണിന്റെ ആ ഒരു അതിഭാവുകത്വമോ ഗ്രാമത്തിന്റെ ആ ഒരു അവസ്ഥയോ ഇല്ലാതെ അതിൻ്റെ ഒരു മധ്യമ ഒരു സംസ്കാരമുള്ള ഇടയിലുള്ള ഒരു, ഇപ്പോൾ ഗുരുവായൂർ അമ്പലം എന്നൊക്കെ പറയുന്നത് ഇവരുടെ മക്കയാണ്. അത്രയധികം ക്രൗഡ് വരും. എന്നാൽ അതിൻ്റെ ഒരു ബഹളം ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് മുതുവട്ടൂർ എന്ന് പറയുന്നത് ഒരു 10 വർഷം മുമ്പ് എന്താണോ മുതുവട്ടൂർ അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതല്ലാത്ത വലിയ ബിൽഡിങ്ങുകൾ, വലിയ ബഹളങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാം. എത്ര വികസനത്തിനൊരു പ്രശ്നമുണ്ട്. വികസനം അങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് പേര് മാർജിനലൈസ് ചെയ്യപ്പെടും. അതിൻ്റെ ആ കംഫർട്ട് നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഗ്രാമ സുഖം ഇവിടെയും ഉണ്ട് എന്ന് പറഞ്ഞു വന്നാണ്. ഈ കാജ ഗ്രൂപ്പ്, രാജ ഗ്രൂപ്പ് അതിന്റെ കീഴിൽ അവരുമായിട്ടുള്ള ഒരു ബന്ധം അത് പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല. കാജ ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്നെ പിടിച്ചു നിർത്തുന്നതിന്റെ അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുന്നതിന്റെ ഒരു അടിസ്ഥാനം അവരുടെ നമ്മോടുള്ള സമീപനവും അവരുടെ സ്നേഹം, അവരുടെ കരുതൽ. കാരണം ഒരു കൊച്ചു പയ്യൻ, കാരണം ഇത്രയും വലിയ മഹലിൽ ഒരു 22-കാരൻ എന്താണ് ഇവിടുത്തെ ഉയർന്ന ഒരു പൊസിഷനിൽ വരിക എന്ന് പറയുന്നത് അത്രയും കഴിവുള്ള ഒരാളായിരിക്കണം. പക്ഷെ എനിക്ക് അത്ര കഴിവില്ല, എനിക്കറിയാം. പലവിധ കുറവുകൾ എനിക്കുണ്ടായിട്ടുണ്ട്, പലവിധ അബദ്ധങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ വന്ന അവസരത്തിൽ ഇവിടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായും ദേശാഭിമാനി പത്രത്തിൻ്റെ ആളുകൾ എന്നെ ഒരു ഇൻ്റർവ്യൂവിന് വന്നു. അപ്പം ഞാൻ വളരെ നിഷ്കളങ്കമായി സംസാരിച്ചപ്പോൾ വാർത്ത വന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് CPM വോട്ട് ചെയ്യണം എന്നതായിട്ടാണ് വരിക. ഭയങ്കര പ്രശ്നം ഉണ്ടാവില്ല. അത് അപ്പോൾ തന്നെ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് കിട്ടേണ്ടതാണ്.
ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുകയാണ്. നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ട് നമ്മൾ ഡിസപ്പോയിൻ്റ് ആയി. ഞാൻ അവരെ വിളിച്ചപ്പോൾ അവരും പറഞ്ഞത് സാറ് അങ്ങനെ സംസാരിച്ചു. പിന്നെ അന്ന് വാട്സപ്പ് സൗകര്യങ്ങളൊന്നുമില്ല, വോയിസ് റെക്കോർഡിങ് ചെയ്തിട്ടില്ല, ജസ്റ്റ് തെളിവുകളൊന്നുമില്ല. അപ്പം ഇത് വന്നതാണ് അതിന് ഞാൻ പറയണ ഒരു ഉദാഹരണം. അപ്പം അതിനെ അവർ വളരെ സിമ്പിളായി, ഇത്രയും പൊട്ടിത്തെറിക്കേണ്ട ഒരു കാര്യം അവർ യോഗം വിളിച്ച് സ്നേഹപൂർവ്വം പറഞ്ഞു ഇത്തരം സ്റ്റേറ്റ്മെൻ്റൊക്കെ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന്. അപ്പം എന്നെ വളർത്തിയെന്നാണ് ഞാൻ പറയാം. എന്നെ വളർത്തുന്നതിൽ, എന്നെ ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തിക്കുന്നതിലൊക്കെ അവരുടെ കരുതലും അവരുടെ പിന്തുണയും അവരുടെ പ്രാർത്ഥനയും അവരുടെ അകമഴിഞ്ഞ സ്നേഹവും ഒരു മകനോടെന്ന പോലെ കവിഞ്ഞൊരു സ്നേഹം അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ പങ്കുവയ്ക്കാനുള്ള കാര്യം.